ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ സൺഡേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നാളെ ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ, ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്ത ഓരോ പരിപാടികളാണ് ഈ വീഡിയോസ് എല്ലാം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ചിൽ മൂഡാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഇതാ ഞങ്ങൾ ഇറങ്ങി. ഋഷിക്ക് ഇതാ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫോട്ടോ, നല്ല ഫോട്ടോ അല്ലേ. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ എടുത്ത ഫോട്ടോസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയി. ഇവൻ്റെ ഓട്ടം കണ്ടാൽ വിചാരിക്കും ഇവൻ ബോൾ കയറി പിടിക്കുന്നു, പക്ഷേ ഇവനല്ല കേട്ടോ പിടിച്ചേ. ഞങ്ങൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നടന്നു. പിന്നെ ക്രിക്കറ്റ് കുറച്ച് നേരം കണ്ടു. പിന്നെ ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. ദെൻ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇന്ന് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത്, അടിപൊളി ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിപൊളി ഫോട്ടോസ് എടുത്ത്. സൺസെറ്റും ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതും കിട്ടി. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്ത്. അതെ, പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, രാത്രി ഓക്കെ, അതാണ് ഇപ്പോൾ അവളെ തലയിൽ. ഇറ്റ്സ് വെരി ഹംഗ്രി ആൻഡ് ഐ ആം സ്റ്റാർവിങ് ബിക്കോസ് ഞാൻ ഉച്ചയ്ക്ക് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. സാറ്റിസ്ഫൈഡ് ആയില്ല. പക്ഷെ ഞാൻ ശരിയായിട്ടില്ല ഇന്നലെ കഴിക്കുന്ന സാധനം അങ്ങോട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇതാക്കും ഞാൻ. പറ ഋഷ. സോ ഋഷിക്ക് വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്. എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 7 മണിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കബാബിൻ്റെ ചിക്കൻ കബാബ്, ഇന്ന് രാത്രി ചിക്കൻ കബാബാണ്. സോ ചിക്കൻ കബാബിൻ്റെ സ്മെല്ല് നന്നായിട്ട് അടിക്കുന്നുണ്ട് ഗായ്സ്. വിശക്കുന്നു. ഇന്നൊരു പരിപാടിയില്ലായിരുന്നു, വെറുതെ റൂമിൻ്റെ ഉള്ളിൽ നല്ല ഫോട്ടോസ് കിട്ടി, നല്ല അടിപൊളി ഫോട്ടോസ്. അപ്പോൾ ഇവൾക്ക് വിശന്നിട്ട് പണ്ടാരടങ്ങുന്നു. സ്നിക്കേഴ്സ് കഴിക്കൂ, വിശപ്പ് മാറ്റൂ. നീ അല്ലാതെയോ ഒന്നും കഴിച്ചില്ലെങ്കിൽ പുക കാണിച്ചു തരുന്നു ഗൈസ്. വെയിറ്റ്, ഇതാണ് പുക. കണ്ടോ ഗൈസ്, പുക കണ്ടോ? അതാണ് പുക. അവിടുന്ന് കുറേ ടീച്ചേഴ്സ് വരുന്നുണ്ട്. ഡീസൻറ്റ് സ്റ്റാഫ്, ഐ തിങ്ക് സോ. സ്റ്റാഫാണ് ഗൈസ്. അല്ല ഋഷ? ഇവിടെ കുറേ നേരം വിശക്കണം ഗൈസ്. എനിക്കും ആക്ച്വലി വിശക്കുന്നുണ്ട്, ബട്ട് നീ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മറക്കുമ്പോൾ നീ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ കബാബാണ്, ഹോസ്റ്റലിൽ ചിക്കൻ കബാബാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുമ്പോ അല്ല, അവിടേക്കല്ല, നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്, കുഷി. ഞാൻ അങ്ങനെ പറയാം. ആക്ച്വലി കുഷി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഷി എന്ന് പറഞ്ഞാൽ തമിഴ് മൂവി ഉണ്ട്. അപ്പോൾ എനിക്കത് ഏകദേശം കുറച്ച് റിലേറ്റഡ് ആണ് ആ മൂവി. അവളെ സ്വഭാവം, അവളെ ക്യാരക്ടറൊക്കെ ഭയങ്കര റിലേറ്റഡാണ്. അപ്പം ആ കുഷി എന്ന് പറഞ്ഞ മൂവിയിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ആ കുഷിയിലെ ആ പ്ലേസ് പോലെ കാണും എനിക്ക് തോന്നും, ആ ഒരു ഫീൽ കിട്ടും. ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാണാൻ നല്ല ഭംഗി. അഡ്മിഷൻ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കില്ലേ, ഇതിലാ ഭംഗി കിട്ടുന്നില്ല. അതെ, പിന്നെ ആരെ ഞാൻ കളിയൊക്കെ വീഴല്ലേ. സോ ഒന്നൊരു പണിയില്ല, അങ്ങനെ ചുമ്മാ നടക്കുക. ഇതുണ്ടോ, ഇതെൻ്റെ കലാവിരുതാണ് കണ്ണിൻ്റെ. ഇവിടെ കുയ്യുണ്ട്, ഇതുണ്ടോ ഇവിടെ. കണ്ണ് കാണിച്ചിട്ട് കുയ്യുണ്ട്. എന്ത് കുയ്യ്? കണ്ണെല്ലാവർക്കും അപ്പോ പുകയ്ക്കുമല്ലേ, അതാ പുകയ്ക്കുന്നത്. കൊതു ഉള്ളതുകൊണ്ടാണ് പുകയ്ക്കുന്നത്. അതിലോട്ട് പോകുമ്പോൾ ശരിക്കും യക്ഷി വൈബ് ഉണ്ടാവും. അതിലോട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ പുക ഇങ്ങനെ എങ്ങനെ കണ്ടോ ഗൈസ്?
യക്ഷി എടി നീ നടക്കണ്ട, നീ ഓൾറെഡി നിനക്ക് ഓൾറെഡി ആ ഒരു വൈബുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മാണ്ട കേട്ടോ, വേണ്ട മാണ്ട മാണ്ട ബാണ്ട ബാണ്ടട്ടാ എന്താണ് ബാണ്ട. നമ്മളെ കൂടെ നടന്ന് ഞാനിപ്പം ആ ഒരു ഭാഷ എനിക്കും വരുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ഉപ്പാൻ്റെ വീട് മലപ്പുറമാണ്. അപ്പം മലപ്പുറം ആണ് ഞാൻ പറയട്ടെ. അപ്പം മലപ്പുറത്തൊരു ഭാഷ ഉണ്ട്. ഇപ്പം ശരിക്കും ഇവളുടെ ഭാഷ മലപ്പുറത്തെ അല്ല, സ്ലാങ് സോറി. പോട്ട് അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ചമ്മല് എന്ന് പറയുന്ന സാധനം അടുത്ത് കൂടെ പോവാത്തതിനെ കൊണ്ട് സീനില്ല. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയാമെന്നവരെ മറന്നുപോയി. മലപ്പുറമാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ലാങ് അറിയില്ലേ, ഏകദേശം അതായിട്ട് കണക്റ്റഡ് എന്നല്ല പറയണം. ഒരു മുസ്ലിം സ്ലാങ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇവളോട് സംസാരിക്കുക. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആയിഷ. ഞങ്ങളൊക്കെ ഒരേ റൂമിലാണ്. അപ്പോൾ ഇവള് മലപ്പുറമാണ്. അപ്പോൾ ഇവരോടൊക്കെ ചേർന്ന് മലപ്പുറമാണ്. അപ്പോൾ ഇവരോടൊക്കെ ചേർന്ന് എനിക്കും ഇപ്പോൾ ആ ഒരിത് വരും. ആക്ച്വലി എനിക്ക് മലപ്പുറം സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ ഭാഷ ഉണ്ടിക്കില്ലേ? എൻ്റെ ഭാഷ, എൻ്റെ വീട് എവിടെയാ? കണ്ണൂർ. അപ്പോൾ കണ്ണൂർ ഭാഷ സീനാണ് ഗൈസ്. കേളി ഹെയർ ഇന്ന് ശരിക്കും നല്ല ഫ്രിസി ആയിട്ടുണ്ട് ഹെയർ. ബിക്കോസ് വെള്ളം തട്ടിയാൽ അതല്ല, എൻ്റെ മുടി അതുകൊണ്ടല്ല കേട്ടോ. എനിക്കിവിടെ നേരെ തിരിച്ച് ഇവർക്കൊക്കെ മുടി വേഗം കൊയ്യും. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ഇവിടെ വന്ന മുടി ഭയങ്കരമായിട്ട് വളരും. ബ്ലീച്ചിങ് വെള്ളം യൂസ് ചെയ്ത് ഇവിടുന്ന് ഒരു ചെറുതായിട്ട് ഞാനൊരു ബ്ലീച്ചിൻ്റെ വെള്ളം യൂസ് ചെയ്ത് അതിന് ശേഷം ഭയങ്കരമായിട്ട് ഹെയർ ഭയങ്കര ഒരു റഫായി. സോ എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രിസ് ചെയ്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്ന് നേരെ ആക്കണം, എനിക്കൊന്ന് സെറ്റ് ആക്കണം. പക്ഷെ എന്തെങ്കിലും പറ. ഇവക്ക് ഏത് നേരെ വിശപ്പാണ്. ഇവൾ ഫുഡ് കഴിച്ചാൽ ഇവക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവൾക്ക് വിശപ്പ് വരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇവള്. പക്ഷേ ലുക്ക് അറ്റ് ഹർ. എനിക്കിവിടെ കാണുമ്പോൾ ശരിക്കും കുഴിയുമ്പോൾ എത്ര കഴിച്ചാലും തടിക്കൂല. സീരിയസ്ലി ഞാനൊക്കെ കഴിച്ചാണ്ടല്ലോ, ഞാനൊക്കെ വേഗം തടിയും. പക്ഷെ ഇപ്പോഴും നോക്ക്, ഞങ്ങൾക്കൊക്കെ എത്ര വേണേലും കഴിക്കാം ഗായ്സ്. സ്കൈ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കും സ്കൈ കാണണം എന്നൊരാഗ്രഹം ഉണ്ടാകും. കാണണം എന്ന് ആഗ്രഹം ഉള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കണ്ടേ? സോ കാണിച്ചു തരാം. കുറച്ചും കൂടി ഓറഞ്ച് ഷെയ്ഡാണ്, പക്ഷെ ഇതിനകത്ത് വരുന്നത് ഒരു യെല്ലോ ഇതായി. അതിനെന്തൊരു പ്രത്യേകത ഭംഗി. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഞങ്ങൾക്ക് അത് മെയിനാണ്. കാരണം ചിക്കൻ കബാബാണ്. ഇല്ല, നമുക്ക് അതിന് മുമ്പേ പോകണം. കാരണം ഫോണിൽ ചാർജ് ശരിയാ, ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് ചെയ്യണം. നടക്കണോ? ഇപ്പം തന്നെ പോയിട്ട് പോവാ. ബാ, കുറേ നേരമായില്ല നമ്മൾ കിടക്കണം. എടീ നോക്കടി, എന്തൊരു ഭംഗി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, കണ്ണ് കാണുന്ന ഭംഗി അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ എന്തോ ഒരു മൊഞ്ചുണ്ട്. കാണിച്ചു തരാം ഗായ്സ്. ഏതാ നീ ഉദ്ദേശിച്ചേ? മഞ്ഞപ്പൂ. ഒരു പൂവാണ് ഗൈസ്. അതിപ്പോൾ കാണൂല. ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ കാണൂല. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിടക്കല്ലാണ്. പവിടക്കല്ലാണ് അല്ലേ? എന്താലേ അന്ന ഉദ്ദേശിച്ചല്ല ഞാൻ പാടിയത്. എന്തായാലും എനക്കൊരു കുറവില്ല. നീ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഷീ ഈസ് നൈസ് ക്യാരക്ടർ. നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഗൈസ്. കൂതറാന്ന് പറഞ്ഞ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സത്യമായിട്ടുള്ള കാര്യം കണ്ടോ, അത് അവള് മാത്രമേ പറയുള്ളൂ, ഞാൻ പറയില്ല. വേറെ ഗൈസ് ഒട്ടും വിശ്വസിക്കരുത്. നിക്ക് ഒരു കുട്ടീനെ കണ്ടു ഗൈസ്, കണ്ടോ? പൂക്ക
ആ പാട്ട് ആ ശരിയാ, ഒരു വെള്ള സാരി ഉടുക്കണം. വെള്ള സാരി അനക്ക് നന്നായിട്ട് ചേരും. ഈ വെള്ള സാരി ഉടുത്തില്ലെങ്കിലും ചേരും, വേറെ കാര്യം. അതെ, അവൾക്ക് എന്തിട്ടാലും ചേരും ഗായ്സ്. പക്ഷെ ഒരു പ്രേത ലുക്കാണെന്ന് മാത്രം. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ പോവാം. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. കണ്ടോ, ലൈറ്റൊക്കെ പോയി. കുറച്ച് നേരം ഹോസ്റ്റലിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വരൂലേ. ഹോസ്റ്റൽ വീഡിയോ സെപ്പറേറ്റ് ഞാൻ എടുക്കുള്ളൂ. അതിപ്പോഴല്ല എന്തായാലും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് തിരിച്ചു വരൂലേ, അപ്പം ഞങ്ങൾ വ്ളോഗ് ചെയ്യാം. ഒടുക്കത്ത് മണം.